കോളേജിലെ ടോയ്ലറ്റിൽ വിദ്യാർത്ഥിനി പ്രസവിച്ചു. ചെന്നൈയിലെ കുംഭകോണത്താണ് സംഭവം. പ്രസവത്തിന് ശേഷം കുട്ടിയെ ഒളിപ്പിച്ച് വിദ്യാർത്ഥിനി തുടർന്ന് ക്ലാസ് റൂമിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടി നൽകിയ വിവരമനുസരിച്ച് പരിശോധന നടത്തുകയും ടോയ്ലറ്റിന് സമീപത്ത് നിന്ന് നവജാത ശിശുവിനെ കണ്ടെത്തുകയും ചെയ്തു. പിന്നാലെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നിരീക്ഷണത്തിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുവായ 27 വയസ്സുകാരനുമായി പ്രണയത്തിലായിരുന്നെന്നും ഇയാളാണ് കുഞ്ഞിന്റെ പിതാവെന്നും വിദ്യാർത്ഥിനി പോലീസിന് മൊഴി നൽകി. ഇവർ തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ചതായും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കുംഭകോണം വെസ്റ്റ് പോലീസിനെയും തിരുവിടൈമരുതൂർ ഓൾ വിമൻ പോലീസിനെയും നിയോഗിച്ചതായി അധികൃതർ അറിയിച്ചു. കുഞ്ഞിനെ ചവറ്റുകൊട്ടയിലാണ് തള്ളിയത്. ചവറ്റുകൊട്ടയിൽ കണ്ട പെൺകുഞ്ഞിനെ കുംഭകോണം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിനിയെയും ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സക്കായി പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് അമിത രക്തസ്രാവം മൂലം വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ ബോധരഹിതയായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉടൻ ആംബുലൻസിൽ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വിദ്യാർത്ഥിനിയെ പരിശോധിച്ചപ്പോഴാണ് ഡോക്ടർമാർ കുഞ്ഞിന് ജന്മം നൽകിയ കാര്യം വെളിപ്പെടുത്തിയത്. ഇക്കാര്യം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. കോളേജ് ജീവനക്കാർ നടത്തിയ തിരച്ചിലാണ് കുഞ്ഞിനെ ജീവനോടെ കണ്ടെത്തിയത്. തിരുവാരൂർ ജില്ലയിലെ ബന്ധുവായ 27-കാരനായ യുവാവുമായി പ്രണയത്തിലായിരുന്നതായി വിദ്യാർത്ഥിനി പിന്നീടാണ് വെളിപ്പെടുത്തിയത്. വിദേശത്തുള്ള യുവാവുമായി പോലീസ് സംസാരിച്ചപ്പോൾ വിവാഹം കഴിക്കാനായി ഉടൻ നാട്ടിലെത്തുമെന്നും അറിയിച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാർ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ഗർഭിണിയായതോടെ വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് വിവരം മറച്ചുവെക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.